വിവാഹ വാഗ്ദാനം എന്ന ചടങ്ങുകളിലൂടെ രണ്ട് കുടുംബത്തെ ബന്ധിപ്പിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. പ്രത്യേകമായി നിങ്ങളെ അനുമോദിക്കുന്നു. നിങ്ങളുടെ ഈ മനസ്സമ്മതത്തെ തമ്പുരാൻ കനിഞ്ഞ് അനുഗ്രഹിച്ച് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ വരുവാനിരിക്കുന്ന വിവാഹകർമ്മങ്ങളെല്ലാം സർവേശ്വരൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തോമാശ്രീയുടെ മാധ്യസ്ഥം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്നും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് ഈ ചടങ്ങുകളിൽ സംബന്ധിച്ച് ഇവർക്ക് വേണ്ടി ഇവരെ അനുഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുവാനായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും, കുടുംബാംഗങ്ങളെയും ബന്ധുജനങ്ങളെയും എല്ലാം പ്രത്യേകമായ വിധം ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നന്മയാലൊന്നു തുടങ്ങുന്നു നന്നായി വരണമെന്ന് കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി കരണം കൂടെ തുണയ്ക്കായിവർക്ക് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ ക്രോധത്തിൽ വീഴാതെയാകരുത്. ദുഷ്ടനായി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹക്കൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകുവാൻ തെരഞ്ഞെടുത്ത റെബേക്കയെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന അശ്വിനെയും അണീനായെയും സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുകയും ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിന് അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ജനികർ ദരിദ്രരാകാം, വിശന്നു വലയാം. കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. മക്കളെ വന്നു കേൾക്കുകയും ദൈവഭയം നിങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ? എങ്കിൽ തിന്മയുടെ നാവിനെ വ്യാജഭാഷത്തെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അകൃത്യത്തിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ. സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേക്കും ആമേൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവേ, ദാസരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പൊടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങനെ നിരന്തരം സ്തുതിക്കുകയും മാതൃപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാനേക്കും. സർവാധിപനാം കർത്താവേ, നിൽസ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഘോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ാകുന്നു സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവീശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതാനുഭവം ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴിയാത്ത ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശർമ്മവും രക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാനേക്കും. എല്ലാത്തരം അധാർമികതയിൽ നിന്നും നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതകളിൽ നിന്നും വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തെരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. നമ്മുടെ കർത്താവായ യേശുവേ, സ്തുതി. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുവേ, സ്തുതി. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാകുന്നു എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ യേശുവേ, സ്തുതി. വിവാഹം എന്ന കൂദാശയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അശ്വനും അലീനയും മനസ്സമ്മതം നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ സമ്മതം സമൂഹ മധ്യത്തിൽ തുറന്നു പറയുന്ന ഒരു ദിവസമാണ് ഇന്ന്. ആരുടെയും നിർബന്ധത്താൽ അല്ലാതെ പരസ്പരം സംസാരിച്ച് മനസ്സിലാക്കി ഈ വിവാഹത്തിന് ഞങ്ങൾക്ക് സമ്മതം ആണോ എന്ന് സ്വയം ബോധ്യപ്പെട്ട് അത് ഇന്ന് സമൂഹ മധ്യത്തിൽ അവർ തുറന്നു പറയുകയാണ്. നമുക്കറിയാം, ക്രൈസ്തവരായ നാം എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഈ വിശുദ്ധിയിൽ വളരുവാനായിട്ട് 3 ജീവിതാന്തസ്സുകളാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. 1 വിവാഹം,
2 പൗരോഹിത്യം, 3 സന്യാസം. ഈ 3 ജീവിതാന്തസ്സുകളും അതിൽ തന്നെ തുല്യമാണ്, ശ്രേഷ്ഠമാണ്. ഈ 3 വിളികളും സ്നേഹത്തിലേക്കുള്ള വിളിയാണ്. വിവാഹം എന്ന കൂദാശ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് സ്നേഹത്തിലാണ്. ഈ സ്നേഹം വിവാഹം കഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന അശ്വിൻ്റെയും അലീനയുടെയും ഹൃദയത്തിൽ ആത്മാർത്ഥമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ തുടങ്ങി വയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതം ഫലമണിക്കും. തീർച്ചയായിട്ടും അലീനയും അശ്വിനും വ്യത്യസ്ത മാതാപിതാക്കളിൽ നിന്നും ജന്മമെടുത്ത് വ്യത്യസ്ത കുടുംബാന്തരീക്ഷത്തിൽ വളർന്നു വന്ന് വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലൂടെ വ്യത്യസ്ത മാതാപിതാക്കളിൽ നിന്നും ജന്മമെടുത്ത് വ്യത്യസ്ത കുടുംബാന്തരീക്ഷത്തിൽ വളർന്നു വന്ന് വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയ അശ്വിനും അലീനയും വിവാഹമെന്ന കൂദാശയിലൂടെ ഒന്നു ചേർന്ന് ഒരുമിച്ച് ജീവിച്ച് അവസാനം സ്വർഗമാകുന്ന കടലിൽ ചെന്ന് എത്തേണ്ടവരാണ്. 2 പേർ സ്നേഹിച്ച് ഒരൊറ്റ മാലാഖയായി തീരലാണ് പ്രണയം എന്ന് ആരോ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒഴുകുന്ന ഒരു നദിയുടെ മുൻപിൽ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും ആ നദി അല്ലെങ്കിൽ പുഴ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുൻപോട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. ഇതുപോലെ കുടുംബജീവിതമാകുന്ന ഒഴുക്കിൽ, ദാമ്പത്യ ജീവിതമാകുന്ന ഒഴുക്കിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും അതിനെ എല്ലാം തരണം ചെയ്ത് മുൻപോട്ട് പോകേണ്ടവരാണ് നിങ്ങൾ 2 പേരും. കെട്ടിടം പണിയുന്ന മനുഷ്യർക്കറിയാം, 2 വെട്ടുകല്ലുകൾ നന്നായി ചേർന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 വെട്ടുകല്ലിൽ നിന്നും കുറേശ്ശെ മഴ കൊണ്ട് പൊടിച്ചു കളയേണ്ടതായിട്ട് വരും. സ്വർഗമാകുന്ന ഗേഹം കാര്യവുമില്ല, സ്വീകരിക്കപ്പെടും. സാധാരണയായിട്ട് നമ്മൾ മറ്റുള്ളവരെ ആകർഷിക്കുന്നത് നമ്മുടെ സൗന്ദര്യം കൊണ്ടായിരിക്കാം, നമ്മുടെ സമ്പത്ത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ടായിരിക്കാം. എന്നാൽ ഈ ആകർഷണം കൊണ്ട് നമ്മൾ മറ്റുള്ളവരാൽ സ്വീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ സ്നേഹാർദ്രമായ ഹൃദയത്താൽ പരസ്പരം ആകർഷിക്കുന്ന വ്യക്തികളായിരിക്കും. സ്നേഹാർദ്രമായ ഹൃദയത്താൽ ആകർഷിക്കുന്നവർ മാത്രമേ സ്വീകരിക്കപ്പെടുന്നു. നമ്മുടെ സൗന്ദര്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കഴിവ് ഒക്കെ നഷ്ടമാകുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അന്നും എൻ്റെ ജീവിത പങ്കാളിയായി ഞാൻ സ്വീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്നേഹാർദ്രമായ ഹൃദയത്താൽ ആകർഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി ഈ സ്നേഹാർദ്രമായ ഹൃദയം അശ്വിനും അലീനയ്ക്കും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ്. പരിശുദ്ധ കുർബാനയ്ക്കും കുടുംബ പ്രാർത്ഥനയ്ക്കുമൊക്കെ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ 2 പേരും പരിശുദ്ധ കുർബാനയ്ക്കും കുടുംബ പ്രാർത്ഥനയ്ക്കുമൊക്കെ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നവർ. എണ്ണയിടാത്ത ഒരു വിജാഗിരി ഒത്തിരി ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നാൽ കുറച്ച് എണ്ണ ആ വിജാഗിരിയിലേക്ക് പകർന്നു കഴിയുമ്പോൾ ഈ വിജാഗിരി ഘടിപ്പിച്ചിരിക്കുന്ന ജനാലകളും വാതിലുകളും ഒക്കെ ശബ്ദമില്ലാതെ വളരെ സ്മൂത്തായിട്ട് തുറക്കുവാനും അടയ്ക്കുവാനും നമുക്ക് സാധിക്കും. പ്രാർത്ഥനയാകുന്ന എണ്ണ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒച്ചപ്പാടുകളും ബഹളങ്ങളുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും മുൻപോട്ട് പോകും. അതിനാൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാവുക, ഒരുമിച്ചിരുന്ന് കൊന്തച്ചെല്ലുന്നവർ, ഒരുമിച്ച് കുർബാനയിൽ പങ്കെടുക്കുന്നവർ. യോസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ മാതാവിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ വന്നപ്പോൾ യോസേപ്പിതാവ് ആലോചന നടത്തിയത് ദൈവത്തോടാണ്, മനുഷ്യരോടല്ല. മനുഷ്യരോടായിരുന്നെങ്കിൽ മാതാവിൻ്റെ ജീവിതം തകർന്നു പോകുമായി. അലീനയുടെയും അശ്വിൻ്റെയും ജീവിതത്തിൽ
എന്ത് സംഭവിച്ചാലും ദൈവത്തോട് മാത്രം പ്രാർത്ഥനയിൽ ആലോചന നടത്തുക. അൾത്താരയിലേക്ക് വരിക. ദൈവം 10-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, റഗുബേൽ തൻ്റെ മകളുടെ ഭർത്താവായ തോബിയാസിന് തൻ്റെ മകൾ സാറയെയും സ്വത്തും അടിമകളും കന്നുകാലികളും പണവും ഒക്കെ നൽകിക്കൊണ്ട് അവരെ അനുഗ്രഹിച്ച് യാത്രയാക്കിക്കൊണ്ട് സാറായോട് തൻ്റെ പ്രിയപ്പെട്ട മകളോട് ഇങ്ങനെ പറയുന്നുണ്ട്, മോളെ, നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക. അവരാണ് ഇനിമേൽ നിന്റെ മാതാപിതാക്കൾ. നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കുവാൻ ഇടവരും. ഇന്ന് അലീനയുടെ മാതാപിതാക്കളും അവളോട് മൗനമായിട്ട് പറയുന്നത് ഇത് തന്നെയാണ്, മോളെ, നിന്റെ ഭർത്താവാകുവാനായിട്ട് പോകുന്ന അശ്വിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക. അവരാണ് ഇനി മുതൽ നിന്റെ മാതാപിതാക്കൾ. നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കാൻ ഇടവരും. സാറായുടെ അമ്മ യദന തോബിയാസിനോട് ഇപ്രകാരം പറയുന്നുണ്ട്, തോബിയാസ്, ഇതാ ഞാൻ എൻ്റെ പുത്രി സാറയെ നിന്നെ വരമേൽപ്പിക്കുകയാണ്, അവളെ ദുഃഖിപ്പിക്കുക. അലീനയുടെ മാതാപിതാക്കൾ വിവാഹത്തോടു കൂടി അശ്വിൻ്റെ കയ്യിൽ അലീനയെ ഏൽപ്പിച്ചതിന് ശേഷം അശ്വിനോട് മൗനമായിട്ട് പറയുന്നതും ഇതുതന്നെയാണ്, അശ്വിൻ, ഇതാ ഞങ്ങളുടെ പുത്രി അലീനയെ നിന്നെ വരമേൽപ്പിക്കുകയാണ്, അവളെ ദുഃഖിപ്പിക്കുക. മലയാളത്തിൽ കുറേ മാസങ്ങളായിട്ട് സംസാരിച്ചിട്ടുണ്ടാവാം, പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ഇന്ന് സമൂഹ മധ്യത്തിൽ അശ്വിനെ സ്വീകരിക്കുവാൻ, അലീനയെ സ്വീകരിക്കുവാൻ സമ്മതമാണോ എന്ന് പറയുന്ന ദിവസമാണ്, സുദിനമാണ്, പ്രാർത്ഥിച്ചൊരുമാണ്. എവരി വെഡിങ് ഇസ് എ വെഡിങ് എന്നാണ് പറയുക. ദൈവം കിടക്കി ചേർക്കുന്നതാണ് ഓരോ വിവാഹബന്ധവും. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കുക നൽകുകയാണ്. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ്. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹ വാഗ്ദാനത്തിനായി ഒരുങ്ങി നിൽക്കുന്ന ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹ വാഗ്ദാനം ചെയ്ത് ഈ ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹിതരാകുവാനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലും ഹൃദയശുദ്ധിയിലും അധിഷ്ഠിതമായ വിവാഹ ജീവിതം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹമെന്ന കൂദാശ ദമ്പതികൾ തമ്മിലും ദൈവവുമായി നടത്തുന്ന ഉടമ്പടി മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസരെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. നിങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അണിഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനായിട്ടുള്ള അവസരം തിരുസഭ ഇപ്പോൾ നിങ്ങൾക്ക് നൽകുകയാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ അലീനയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു.
അലീന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ അശ്വിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. സാക്ഷികൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദമ്പതികൾ ചെയ്യുന്നവനും അവയെ വിശ്വസ്തയോടെ പാലിക്കുന്നവനും പാലിക്കുവാൻ സഹായിക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദാസർ ചെയ്യുന്ന ഈ ഉടമ്പടിയെ നീ സ്വീകരിക്കണമേ. ഇപ്പോൾ ചെയ്ത വിവാഹ വാഗ്ദാനം പൂർത്തിയാക്കുവാൻ നിന്റെ ദാസരായ അശ്വിനെയും അനീയെയും അവരുടെ കാരണവന്മാരായവരെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമായ സർവേശ്വരായ നീക്കും. വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ ഞങ്ങളുടെ കാരണത്തിന്റെ വലം കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധന്റെയും തിരുക്കുടുംബത്തിന്റെ നാഥനായ മാറിയൂസേപ്പിന്റെയും ഞങ്ങളുടെ പിതാവായ മാർ തോമസ് ലീഗായുടെ പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാകട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറയെയും ഇസഹാക്കിനെയും റബേക്കയെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാകട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കൂദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.